യാത്രകൾ പലപ്പോഴും പല മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിപ്പോൾ നമ്മൾ വളരെയധികം പ്ലാൻ ചെയ്ത് പോകുന്നൊരു യാത്രയായാലും ശരി, അതല്ലാതെ പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നൊരു യാത്രയായാലും ശരി. ഇതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ തന്നെ ചില മെമ്മറീസും അതുപോലെ തന്നെ ചില പുതിയ പുതിയ ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ആൻഡ് അതിനുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് റിയൽ പെയിൻ എന്ന് പറയുന്ന ഒരു മൂവി. ജെസ് എയ്സൻബർഗ്, ആക്ടർ ആൻഡ് ഡയറക്ടർ, അദ്ദേഹം തന്നെയാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ആൻഡ് അതുപോലെ തന്നെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ സിനിമ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് പല രീതിയിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. ഇപ്പോൾ രണ്ട് കസിൻസ് ഒരുപാട് നാളുകൾക്ക് ശേഷം മീറ്റ് ചെയ്യുകയും അവരുടെ മുത്തശ്ശി ജനിച്ചു വളർന്ന സ്ഥലങ്ങളിലേക്കുള്ള ഒരു ടൂറിന്റെ ഭാഗമായിട്ട് അവരുടെ ആ ഒരു യാത്രയിൽ ഉണ്ടാകുന്ന ചില രസകരങ്ങളായ സംഭവങ്ങളാണ് ഈ സിനിമയുടെ മെയിൻ ആയിട്ടുള്ള പ്ലോട്ട്. ആൻഡ് ജെസ് എയ്സൻബർഗിന്റെ ആ ഒരു ഡയറക്ഷൻ ആൻഡ് അതുപോലെ തന്നെ ആ ഒരു സിനിമയുടെ ആ ഒരു ഫ്ലോ, അത് രണ്ടും തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. ആൻഡ് പ്ലസ് അനദർ പോസിറ്റീവ് ഈസ് ദ മ്യൂസിക്. ശരിക്കും പറഞ്ഞാൽ പല സീനുകളും ആ ഒരു സീനിന്റെ ഒരു പ്രത്യേകിച്ച് ഒരു ഷോട്ടിന്റെ ഒരു ബ്യൂട്ടി കാണിക്കുന്നത് അതിന്റെ കൂടി ഒരു മ്യൂസിക്കും കൂടി ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ്. അത് വളരെയധികം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ ജസ്റ്റ് ഇങ്ങനെ അതിന്റെ ആ ഒരു ഋതത്തിന് ഇങ്ങനെ പോകുന്ന പോലെയാണ് ഈ സിനിമയുടെ ഒരു ഫീല്. മൊത്തത്തിൽ ഒരു 2 മണിക്കൂറിന് താഴെ നിൽക്കുന്ന ഈ ഒരു സിനിമ ശരിക്കും കണ്ടു കഴിയുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരാളെ നമ്മൾ പരിചയപ്പെട്ടില്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പൊ ഇവൻ ഒരു രണ്ട് കസിൻസ്, അവരുടെ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് രണ്ട് രീതിയിലാണ്, അല്ലെങ്കിൽ രണ്ട് പോൾസിലാണ് രണ്ടുപേരും നിൽക്കുന്നത്. അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ചില ആ ഒരു സംസാരങ്ങൾ, ഈവൻ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആയാലും ശരി, അവരുടെ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് ആയാലും ശരി, ആ ഒരു യാത്ര അവസാനിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ബ്യൂട്ടിയും അതേസമയം തന്നെ ആ ഒരു പെയിനും, ഇവർ രണ്ടുപേരും വിട്ടുപോകുന്നതിൻ്റെ ആ ഒരു പെയിനും വളരെ നല്ല രീതിയിലാണ്. ഈവൻ ആ റൈറ്റിംഗ് ആയാലും എക്സിക്യൂഷൻ ആയാലും ഇതൊക്കെ കൊണ്ടും നമ്മളെ നല്ല രീതിയിൽ പിടിച്ചിരുത്തുന്ന ഒരു ഗംഭീര മൂവി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എ റിയൽ പെയിൻ. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടുനോക്കുക. ജെസ് എയ്സൻബർഗ് ആൻഡ് കിയറൻ കൾക്കിൻ, ആൻഡ് ഇവരുടെ രണ്ടുപേരുടെ ആ ഒരു കെമിസ്ട്രി തന്നെയാണ് ഈ സിനിമയുടെ മെയിൻ പോസിറ്റീവ്. ആൻഡ് ഇവർ പോകുന്ന സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ആ ഒരു വേൾഡ് വാറിന്റെ സമയത്തുള്ള കുറെ കോൺസെൻട്രേഷൻ ക്യാമ്പ്സ്, അങ്ങനെയുള്ള ചില പെർട്ടിക്കുലർ സ്ഥലത്ത് ചെല്ലുമ്പോൾ ചില സൈലൻസ് അവരവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഒരു മ്യൂസിക് കാര്യമായിട്ട് കൊടുക്കാതെ ആ ഒരു സൈലൻസ് നമ്മൾ അവിടെ ചെന്നിട്ട് ലൈവായിട്ട് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. ആ അന്നത്തെ ആളുകൾ അനുഭവിച്ചിട്ടുള്ള ആ ഒരു അവസ്ഥകളും ആ സ്ട്രഗിളും അതുപോലെ തന്നെ ആ ഒരു അത്രത്തോളം മനസ്സിന് ആ ഒരു വിഷമം ഉണ്ടാക്കുന്ന ആ ഒരു ഫീലിങ്സിനൊക്കെ നല്ല രീതിയിൽ തന്നെ അവർക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പടം കണ്ടു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു യാത്ര പോയാലോ എന്നുള്ള ഒരു തോന്നൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ പടത്തിന് സാധിച്ചിട്ടുണ്ട്. ആൻഡ് തീർച്ചയായിട്ടും കണ്ടുനോക്കുക. ഈ കഴിഞ്ഞ ഓസ്കാർ അവാർഡ്സിൽ ഈ സിനിമയിൽ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ എന്നുള്ള ആ ഒരു ഓസ്കാർ അവാർഡ് കിയറൻ കൾക്കിൻ വിൻ ചെയ്തിരുന്നു. ആൻഡ് അതിനുള്ള ഒരു ഗ്രേറ്റ് പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹം ഇതിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. കാരണം ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ്, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളത്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതിന് മൊത്തത്തിലുള്ള ഒരു പോളണ്ടിലുള്ള ആ ഒരു ബ്യൂട്ടി ആയാലും ശരി, അവിടുത്തെ ജിയോഗ്രഫിക്കൽ ടെറൈൻ ആൻഡ് അതുപോലെ ഓരോരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഉള്ള ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ആൻഡ് അതുപോലെ അവിടെ ചെന്നിട്ട് നമ്മൾ ലൈവായിട്ട് നമ്മൾ അവിടെ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫീല് തന്നെയാണ് ഈ പടം ഓഫർ ചെയ്തിട്ടുള്ളത്. ഞാൻ തീർച്ചയായിട്ടും കണ്ടുനോക്കുക. ഒരു ഫീൽ ഗുഡ് അഡ്വഞ്ചർ, ആ ഒരു ട്രാവൽ അഡ്വഞ്ചർ എക്സ്പീരിയൻസ്, അങ്ങനെയുള്ള ഒരു ജോണർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഒരിക്കലും നിരാശപ്പെടുത്താത്ത ഒരു മൂവി എക്സ്പീരിയൻസ് തന്നെയാണ് റിയൽ പെയിൻ. ഈ പടം ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആണ്. ഈവൻ ജിയോ സ്റ്റാറിലൊക്കെ പടം സ്ട്രീം ചെയ്യുന്നുണ്ട്. ആൻഡ് തീർച്ചയായിട്ടും കണ്ടുനോക്കുക. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണുക.